അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നു. കർത്താവേ, പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരികെയാണ് ചെയ്യുക. ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിന്നെ പരീക്ഷയില്ല, എങ്കിലും നാളെ പരീക്ഷ ഉണ്ട്. അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ കൂടെ ചേരാം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമ്മ, ദേവമാതാവേ, അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മാധ്യസ്ഥം വഹിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവർ, ഇന്ന് തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും ഓരോ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട്. കർത്താവ് കുർബാനയും കൂടിയതിന് ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും. കുറേ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങൾ ചെയ്തു തീർക്കണതും അലക്കണതും വീട് കഴുകണതും എല്ലാം ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണത് കർത്താവിൻ്റെ ദിവസമായി മാറണത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വചനമുണ്ടോ, കേൾക്കാം. കൊളോസ്യസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ, കണ്ടില്ലേ, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി, കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യണം. എന്ത് ചെയ്താലും. പണ്ട് എനിക്ക് അമ്മയൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ കോട്ടുവാട് ഇടുകയാണെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും. കോട്ടുവാ പോരും നമ്മൾ അതുപോലെ തന്നെ മരുന്നെടുത്താൽ അമ്മ വിശ്വാസപ്രമാണം ചെയ്തിട്ട് അമ്മ കുരിച്ചിട്ട് തരും. അതേപോലെ പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങൾ ഇന്ന് ആരും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയണില്ല. ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥത ചെയ്യുന്നുണ്ട്, പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്നത് സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. കാര്യം നമ്മൾ നന്മ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് ദൈവത്തെ ഓർക്കും, അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ നന്മ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർത്ത് യഥായോഗ്യം നന്ദി പറയാതിരിക്കുകയും അവർക്ക് പിന്നെ എന്താ തിന്മ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ പിന്നെ ദൈവം ഉണ്ടായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അങ്ങനെ പറയാൻ നമുക്ക് ഒരു അധികാരമില്ല. അധികാരം എന്നല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ദൈവത്തെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അവനിത് തിന്മ വന്നാലും ശരി, അതൊക്കെ കർത്താവ് കുറച്ച് മാറ്റും എന്ന് പറഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിനും തണുപ്പിനും ഒന്നും വരില്ല പ്രാധാന്യം. ചിലക്ക് തണുപ്പിനും ചൂടിനുമാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങൾ ചൂടിനെയും തണുപ്പിനെയുമാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ദൈവത്തിൽ നിന്ന് ചൂടും വരും തണുപ്പും വരും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ആ ചൂടിനും തണുപ്പിനുമാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ, നല്ല അനുഭവങ്ങൾക്കും മോശം അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ ദൈവം അനുഭവങ്ങളായിട്ട് മാറും. ദൈവമായിരിക്കണം മാറത്തില്ല. ദൈവത്തിനായിരിക്കണം പ്രാധാന്യം, ചൂടിനും തണുപ്പിനും ആയിരിക്കരുത്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ചൂടിനും തണുപ്പിനും അല്ലെങ്കിൽ നല്ല അനുഭവത്തിനും മോശം അനുഭവത്തെ അനുഭവബന്ധിയായിട്ടാണ് നമ്മൾ ദൈവത്തേക്ക് അടിസ്ഥാനപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരാളായിട്ട് നമ്മൾ മാറും. അനുഭവങ്ങൾക്ക് അതീതനാണ് ദൈവം. ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ പശുവിനെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? പശു നമുക്ക് പാല് തരുന്നു. പിന്നെ എന്താണ്? ആ പശുവിനത്തെ പാല് നമുക്ക് വെണ്ണ തരുന്നു. പാൽ കൊണ്ട് നമുക്ക് മോരുണ്ടാക്കാം. അപ്പം അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊന്നും തരാത്തൊരു കാലത്താകുമ്പോൾ നമ്മൾ പശുവിനെ വിറ്റ് കളയത്തില്ലേ? അതാണ് പ്രശ്നം. അതുപോലെ തന്നെയുള്ള ഒരു അപ്രോച്ചാണ് ഒരു കന്നുകാലികളോട് വീട്ടുമൃഗങ്ങളോടുള്ള ഒരു അപ്രോച്ചാണ് ചില ദൈവത്തോട് കാണിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മൾ കുറക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ എന്തോ ആവശ്യത്തിന് അധിഷ്ഠാനമാക്കിയാണ് ദൈവത്തെ വെച്ചിരിക്കണമെന്നാണ്. അപ്പം നമ്മുടെ ഒരു ദൈവമാണ്. ഇപ്പോൾ ഒരു ബുക്കില്ലേ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങൾ തമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലുള്ളതാണിത്. നമ്മൾ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തെ അവലംബിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം കുഞ്ഞു ദൈവമാണ്, അനുഭവങ്ങളുടെ ദൈവം മാത്രമാണ്. അനുഭവാതീത ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഉടമ്പടിയിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവാതീത ദൈവം. അപ്പോൾ ദൈവത്തെ തോന്നും ദൈവത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. പലപ്പോഴും
അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട, ദൈവത്തോട് ഇടപെടുമ്പോൾ അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പൊതു പോളിസിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം സ്വർഗത്തിൽ വന്നിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരിലേക്ക് അയക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇവിടെ പറഞ്ഞിരിക്കണത്, ഇത് പറഞ്ഞിരിക്കുന്നത് നടപടിയിലാണ്, നടപടി 2:17 പക്ഷെ അത് ജോയലിൻ്റെ ഇത് കട്ടാൻ പേസ്റ്റ് ചെയ്തിരിക്കണതാണത്. ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാനിപ്പോ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ നിയമത്തിലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാവുക? നടപടി പുസ്തകത്തിന്റെ 2:17 ഇത് സെയിം തിങ്. ദൈവം അരുളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതായത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പിതാക്കന്മാര് സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും. അപ്പോൾ ഇത് ജോയലിൽ നിന്ന് എടുത്തതല്ലേ? ജോയൽ അന്ന് എന്ന് പറഞ്ഞ വിഷയം യേശുവിൻ്റെ കാലത്ത് നിറവേറിയിരിക്കുകയാണ്. എപ്പോഴാണ് നിറവേറിയത്? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും വേണ്ടി നൽകുമെന്ന് പറഞ്ഞല്ലേ. അതിനെ പറയാൻ കാരണം എന്താണ്? അങ്ങനെ എല്ലാവർക്കും വേണ്ടി ആത്മാവിനെ നൽകാൻ പണ്ട് അങ്ങനെ നൽകത്തില്ലല്ലോ. പണ്ടിങ്ങനെ സാംസന് ആത്മാവിനെ കിട്ടി, സാമുവേലിനും പരിശുദ്ധാത്മാവിനെ കിട്ടി, ദാവീദിന് പരിശുദ്ധാത്മാവ് കിട്ടി, അവന് ഗിദെയോന് പരിശുദ്ധാത്മാവ് കിട്ടി. ഇവരെല്ലാവരും ഒറ്റപ്പെട്ട നേതാക്കന്മാർക്ക് ഓരോരോ കാലഘട്ടങ്ങളിൽ കൊടുത്താണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. പോളിസി ചേഞ്ച് വന്നു. എന്താണ്? എൻ്റെ ആത്മാവിന് ഞാൻ എല്ലാവർക്കും നൽകുമെന്നല്ലേ പറയണത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ നയം വരാൻ കാരണം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാണ് കാര്യം. ദൈവത്തിന്റെ പോളിസിയിൽ ഒരു ചേഞ്ച് വരാൻ കാര്യം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈശോ ചെയ്തു. എന്താണ്? അവൻ നമ്മളവിടെ അവന്റെ വിശുദ്ധമായ രക്തത്താൽ പാപത്തിന് പരിഹാരം ചെയ്തു. അവൻ വിലക്ക് വാങ്ങിച്ചെടുത്തിരിക്കണവര്. അവൻ നമുക്ക് വേണ്ടിയുള്ള ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. പേയ്മെന്റ് നടത്തിയതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. കർത്താവ് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് അവൻ പേയ്മെന്റ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ട. അങ്ങനെ വചനമുണ്ട്. ഒന്ന് കുറഞ്ഞ 6:20 വായിച്ചേ. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് കാര്യം. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് വിലക്ക് വാങ്ങി? ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തു. അതാണ് പറയണത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഈശോ പേയ്മെൻറ്റ് ചെയ്തപ്പോഴേ കുറച്ച് ഒരു രാജ്യത്തിലെ കുറേ ആൾക്കാർക്കല്ലേ വിചാരിക്കണത് ഇനി ജനിക്കാൻ പോകുന്ന ഈ ഭൂമി മനുഷ്യവാസവും നിലനിൽക്കുന്നോളം കാലമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പേയ്മെൻറ്റാണെന്ന്. അതുകൊണ്ടാണ് കാര്യം എന്താണ്? ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, സത്യമാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേ ആണ് ഇതുപോലെ മുമ്പത്തേക്കാൾ ഈ വിഷയത്തിനെ കുറച്ചുകൂടി ഒത്തിരിയേറെ ലൂസാക്കിയിട്ടുണ്ട്. അതായത് ടൈറ്റ് ആയിരുന്നതിനെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാട്ടുഭാഷ ഉപയോഗിക്കണത് ഈ ബൈബിൾ ഇങ്ങനെയും പറയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ബൈബിൾ ഇങ്ങനെ ഇടിച്ചു കുത്തി ഒരു പ്രത്യേക സ്റ്റൈലിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കാം. ബൈബിള് ക്ലാസിക്കലായിട്ട് സംസാരിക്കാം, ശാസ്ത്രീയമായിട്ട് സംസാരിക്കാം. എന്ത് സംസാരിച്ചാലും ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മരക്ഷയല്ലേ? അതാണ് വിഷയം. ആത്മരക്ഷയെക്കുറിച്ച് പറയാതിരിക്കുകയും ബൈബിളിനെ കുറിച്ച് താത്വിക പ്രബോധനം നടത്തുകയും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുകയും ചെയ്താൽ ആർക്ക് എന്നാ ഗുണം കിട്ടാനാണ്? അത് ക്ലാസ് വരിച്ച് ഓക്കെ, അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ബൈബിള് പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അവൻ്റെ രക്ഷ ഈ ബൈബിള് കൈമാറ്റം ചെയ്യുന്ന ആൾ ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തേണ്ട ആ ലളിതമായ ഭാഷയിൽ അവനിലേക്ക്. അപ്പോൾ അതാണ് ഞാനെപ്പോഴും ചെയ്യണത്. അല്ലാതെ ഞാനിങ്ങനെ ഉഴപ്പി സംസാരിക്കുക ശരിക്കും പറഞ്ഞു. ചില കന്യാസിമാരൊക്കെ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞത് തന്നെ ഞാൻ പറയാം. അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. പറഞ്ഞത് തന്നെ പിന്നെ ഒരിക്കലും പറയും നിങ്ങൾ ശ്രദ്ധിക്കും. അല്ലത് ഇപ്പോൾ 2.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ എത്രയോ കാലമായിട്ട് സംസാരിക്കണതാണ്. എന്നാലും ഒരു 10% റെപ്പറ്റീഷനേ വരത്തുള്ളൂ.
5% റെപ്പറ്റീഷനേ വരത്തുള്ളൂ. അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടാകും. പറഞ്ഞതിനും പറയുകയല്ല, അതിൻ്റെ ലിങ്കും ലൂപ്പിങ്ങൊക്കെ എല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പുതിയൊരു വേർഷനായിട്ടായിരിക്കും, പടഭേദമായിട്ടായിരിക്കും വരണത്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ധ്യാനത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഡെയിലി ബ്രെഡിൽ വരും. ഉടമ്പടി ധ്യാനത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഡെയിലി ബ്രെഡ് വരുമ്പോൾ അച്ഛൻ അവിടെ പറഞ്ഞല്ല, സ്വാഭാവികമായിട്ട് പറയാം. കാര്യം ഇത് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓപ്പൺ ഫോർ ദി ജനറൽ പബ്ലിക്കാണിത്. വചനം ഉടമ്പടി ഈ നമ്മളിവിടെ ഡെയിലി ബ്രെഡിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ അത് 2 പ്രാവശ്യം കേട്ടുകൊണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം അവസാനം കേട്ടതുകൊണ്ടേ അത് ഓർമ്മിക്കുമല്ല. ചില വചനങ്ങൾ ചില സമയത്ത് നല്ല ക്യാപിറ്റൽ വേർഡ്, കീ വേർഡൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉടമ്പടിയുടെ, അതൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അത് സഭയുടെ ഒരു പാരമ്പര്യമാണത്. 2:10 1:12 എടുത്തേ. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചില ഉടമ്പടി വചനങ്ങൾ റെക്കർ ചെയ്ത് വരും. അത് ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കേട്ടവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിച്ച് മനസ്സ് ഉറപ്പിക്കാനും അത് സഹായിക്കും. അല്ലാതെ മനഃപൂർവ്വം റിപ്പീറ്റ് ചെയ്യത്തില്ല ഒരിക്കലും. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എല്ലാവരും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഒരുമിച്ച് എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും നിൽക്കുകയാണ്, ആരും ഇരിക്കുന്നില്ല കേട്ടോ. അധികം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, പക്ഷെ നമുക്ക് ഇരിക്കുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പ്രൈസ് ദി ലോർഡ്. പത്മകുമാരുടെ സാക്ഷ്യം എനിക്ക് ഭയങ്കരമായ ഒരു പ്രത്യേക പ്രകാശം തന്നെന്ന് വേണേൽ പറയാം. എന്താ പ്രശ്നം എന്നറിയാമോ? അവരെന്നാ സാക്ഷ്യം പറഞ്ഞത്? അവരുടെ മകളെ അവർ വിളിക്കാത്ത ജോലിക്ക് പറഞ്ഞു വിടാൻ കാരണം എന്താ? എംപ്ലോയ്മെൻറ്റിൽ വിളിച്ചു, പക്ഷെ എന്താ പ്രശ്നം? മലയാളം ടൈപ്പ് റൈറ്റിങ് അറിയണം, പക്ഷെ അവർക്ക് അറിയത്തില്ല. അറിയാത്ത ജോലിക്ക്, വിളിക്കാത്ത ജോലിക്ക് എന്തിനാണ് പത്മകുമാരി മോളെ ഗവൺമെൻറ്റിൽ പറഞ്ഞു വിട്ടത്? ഒറ്റ വചനമാണ്. എന്താ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ആ വചനമാണ്. ആ വചനം ഇങ്ങനെ പോയി കത്തിപ്പിടിക്കുമെന്ന് നമുക്ക് ഓർത്തില്ല. ഈ വചനത്തിന് ഭയങ്കര സാധ്യതയാണ്. കാര്യം വചനം, അങ്ങനെ ഒരു വചനം ഈ വിളിക്കാത്ത ജോലിക്ക്, അറിയാത്ത ജോലിക്ക്, വിളിക്കാത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് കർത്താവ് ഒരു വചനം അവരുടെ മനസ്സിൽ കൊടുക്കുകയാണ്. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ലുക്ക 1:34 ആ വചനം അല്ലേ? അതിനുള്ള മറുപടി എന്താ? നിനക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാൻ പാടില്ലെങ്കിലും, നിന്നെ വിളിച്ചില്ലെങ്കിലും അതിൻ്റെ മറുപടി എന്താ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാണ് പ്രശ്നം. എല്ലാ അറിവിൻ്റെയും ആത്മാവ് നിന്നെ
നമുക്കറിയാൻ പാടില്ലാത്തതിനെല്ലാം ഉത്തരം എന്താണ്? കർത്താവിൻ്റെ അറിവിൻ്റെ ആത്മാവാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ വചനം ആക്ടിവേറ്റ് ആകണത്? വചനം 3 ഡിഗ്രിയിലാണ് ആക്ടിവേറ്റ് ആകണത്. എപ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ ലോ ഡിഗ്രി എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് വചനം. ഇപ്പോൾ പാലക്കാട് നിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ, അവൾ ജ്ഞാനത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മെസ്സേജ് വന്നപ്പോൾ അത്യുന്നതിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ഈ കാലഘട്ടം ദൈവത്തെ അനുഭവിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് ശ്രുതികട ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയേകി. ചെറുതിലെ എല്ലാവരും സന്തോഷത്തോടെ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയേകി. സ്നേഹത്തോടെ പാടിക്കേ. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഈ മനുഷ്യന്മാരൊക്കെ സാക്ഷ്യം പറയണത് അവരുടെ ദൈവാനുഭവങ്ങളെ വചനം പറഞ്ഞുകൊണ്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനുഷ്യൻ്റെ ആധ്യാത്മിക വളർച്ചയാണത്. സ്വന്തം ദൈവാനുഭവങ്ങളെ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവരാജ്യത്തിൻ്റെ ഇറങ്ങി വസിപ്പ് നമ്മൾ കൃപാസന അൾത്താരയിൽ തൊട്ടറിയുന്നൊരവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കും ഇതുപോലെ അങ്ങയുടെ വചനം പറഞ്ഞ് മഹത്വപ്പെടുത്തി നല്ല സാക്ഷികളാകാൻ സഹായിക്കണമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, ഇപ്പോൾ റീസണബിൾ അല്ലാതെ ഒരു വചനം ആക്ടിവേറ്റ് ചെയ്യണത് എന്ത് പ്രിൻസിപ്പിളിലാണ്? ഇപ്പോൾ ഞാൻ ഒരിക്കൽ ദിവസം ഓർക്കുക, അത് പത്മകുമാരി ആ വചനം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്താ അറിയാമോ, 98 ഞാനൊരു പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന് പ്രോജക്റ്റ് ക്ഷണിക്കണമെന്ന്. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന്. അപ്പോൾ കേരളത്തിൽ, ആന്ധ്ര, തമിഴ്നാട് ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഒരാൾക്കാണ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. അപ്പം അതിന് നമ്മളുടെ കുറേ ബയോഡേറ്റ വേണം. ആ ബയോഡേറ്റ എല്ലാം വളരെ ബാക്കിങ്സ് ഉള്ളതായിരിക്കണം. പക്ഷെ ചോദിക്കുന്ന പ്രോജക്റ്റ് എന്താണെന്നറിയാമോ? ഫിസിക്സിൽ, ഊർജ്ജതന്ത്രത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഫിസിക്സിന് ഊർജ്ജതന്ത്ര മേഖലയിൽ പ്രസൻറ്റ് ചെയ്യാത്ത പുതിയൊരു വർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഫിസിക്സ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഈ പ്രോജക്റ്റ് കണ്ടാൽ നമ്മൾ എന്ത് തോന്നും? ഇത് നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. ഞാൻ ആർട്ട് സ്റ്റുഡൻറ്റാണ്. കോളേജിലേക്ക് പഠിച്ചാണ് ഹിസ്റ്ററിയും എക്കണോമിക്സൊക്കെ പഠിച്ചത്. അപ്പോൾ ഇത് ഞാനിവിടെ ബന്ധമില്ല എന്ന് പറയും. ബന്ധമില്ലാത്ത കാര്യങ്ങളാവും ചിലപ്പോഴേ, പക്ഷെ ബന്ധപ്പെടുത്തുന്ന ആരാണ്? ക്രിസ്തുവുമായിട്ടാണ് നമ്മൾ ബന്ധമില്ലാത്ത കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ്? വിശ്വാസം വഴിയാണ്. 3 തരത്തിൽ നമുക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 ദൈവിക പുണ്യങ്ങൾ വഴിയാണ് ബന്ധമില്ലാത്ത കാര്യങ്ങളെ നമ്മളുമായി ദൈവമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്കുള്ള പ്രോജക്റ്റ് എന്താണ്? നിങ്ങൾ കേട്ടാൽ ചിരി വരും. ചവിട്ടുനാടകത്തിൻ്റെ പ്രോജക്റ്റാണ് ഉള്ളത്. ഫിസിക്സ് ചോദിക്കുമ്പോൾ വല്ല മണ്ടന്മാരല്ലേ ചവിട്ടുനാടകം വിട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ ചവിട്ടുനാടകം എൻസൈക്ലോപ്പീഡിയയുടെ ഒരു സ്കേമ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 40 പേജ് സെൻട്രൽ ഗവൺമെൻറ് വിട്ടുകൊടുത്തു.
കൊടുക്കണ മുമ്പ് അമ്മയുടെ ഉമ്മയെ കൊണ്ട് മെന്തൊട്ടാക്കാൻ പറയും. നേരെ ചൊവ്വയുള്ള പ്രാർത്ഥനയാണ്, അല്ലാതെ പോളിഷല്ല. ഈ പ്രോജക്റ്റ് കൊണ്ടുപോകണ മുമ്പ് അതിൻ്റെ കുറേ കളക്ടറിൻ്റെ കത്ത്, MP യുടെ കത്തൊക്കെ വേണം. അതിൻ്റെ അകത്ത് വേണ്ട ഉള്ള പ്രീ റിക്വസ്റ്റായിട്ട് ഉള്ളതാണ് ഇതൊക്കെ. ഇതെല്ലാം മേടിച്ചു. പക്ഷേ പ്രോജക്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്, കൊടുക്കണത് എന്താണ്? ചവിട്ടുനാടകത്തെക്കുറിച്ചുള്ള സാഹിത്യം, സംഗീതം, അതിന് നടനമുറകൾ, നാട്യശാസ്ത്രം, വിധിപ്രകാരമുള്ള ഒരു എൻസൈക്ലോപ്പീഡിയയുടെ പ്രോജക്റ്റാണ്. അപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ളവരല്ല മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഫിസിക്സ് ചോദിക്കുമ്പോൾ ചവിട്ടാടാൻ കൊടുക്കുക ഇല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ്, വേറെ തലമാണത് വിശ്വാസം. അതാണ് പറഞ്ഞത്, ബന്ധമില്ലാത്ത വിഷയങ്ങളെ ബന്ധപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസം വഴി, പ്രത്യാശ വഴി, സ്നേഹം വഴിയുക. രസം എന്താണെന്നറിയാമോ? ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് അവിടുത്തെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ബോർഡാണ് തീരുമാനിക്കുന്നത്. അത് ആന്ധ്രയിലും ഗുജറാത്തിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അമ്മ ആ സീനിയർ ഫെലോഷിപ്പ് എനിക്ക് വാങ്ങിച്ചു തന്നു. കേരളത്തിൽ ഒരാൾക്കേ ഉള്ളൂ. ഇതാണ് അൺറീസണബിൾ ഫെയ്ത്ത് എന്ന് പറയണത്. ഫെയ്ത്തിന് റീസൺ ഇല്ല. അവിടെ എന്താ വർക്ക് ചെയ്യണത്? സ്നേഹമാണ് വർക്ക് ചെയ്യണത്. നിങ്ങൾ അതാണ് അച്ഛമ്മ എല്ലാ നിൻ്റെ ഇല്ലായ്മയുടെയും നിൻ്റെ ഇപ്പോഴുണ്ടാകുന്ന പ്രാരാബ്ധങ്ങളുടെയും മേൽ ആരും എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ വിശ്വസിക്കേണ്ടത്? ദൈവത്തിലാണ് നമ്മളെ വിശ്വസിക്കുന്നത്. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇത് കംപ്ലീറ്റ് വിശ്വാസത്തിന് ഏതാണ്ട് 3-4 രൂപങ്ങളുണ്ട്. കംപ്ലീറ്റ് ഫെയ്ത്ത് ഉണ്ട്, ഒരു ഹാഫ് ഫെയ്ത്ത് ഉണ്ട്, ഒരു ക്വാർട്ടർ ഫെയ്ത്ത് ഉണ്ട്. സാധാരണ വിശ്വാസം എന്ന് പറയുന്നത് ക്വാർട്ടർ ഫെയ്ത്താണ്. അതിൻ്റെ അകത്ത് ലവ് എലമെൻറ്റ് കുറവായിരിക്കും. ഈ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടി ചെയ്യണത് വിശ്വസിക്കുന്ന, ഇപ്പോൾ ബൈബിൾ എന്താ, ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 13:7 എന്താ വചനം? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, അല്ലേ? 1 കൊറിന്ത്യൻസ് 13:7 ഒന്ന് പറഞ്ഞേ. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്തിട്ട് പറയും, എന്താ പറയണത്? സ്നേഹം എല്ലാം വിശ്വസിക്കും, പക്ഷേ വിശ്വാസം എല്ലാം വിശ്വസിക്കത്തില്ല, പ്രത്യാശ എല്ലാം വിശ്വസിക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലായ? അപ്പോഴേ വിശ്വാസി ഈ സ്നേഹത്തിലേക്ക് വളർന്നെത്തണം. ബൈബിൾ എന്താ പറയണത്? സ്നേഹം എന്ന് പറഞ്ഞേ, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ദൈവത്തോട് വിശ്വാസത്തെക്കാൾ ഉപരി എന്താ വേണ്ടത്? സ്നേഹമാണ് വേണ്ടത്. കാര്യം സ്നേഹം എല്ലാം വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയുള്ള തിയോളജിക്കൽ വെർച്യു രണ്ടാമത്തെ എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശയ്ക്ക് ഈ ക്വാളിറ്റി ഇല്ല. പ്രത്യാശ എല്ലാം വിശ്വസിക്കത്തില്ല. അതിന് താഴെയുള്ള പിന്നത്തെ തിയോളജിക്കൽ വെർച്യു, ദൈവിക പുണ്യം എന്താ? വിശ്വാസമാണ്. വിശ്വാസം പ്രത്യാശയോടൊപ്പം പോലും വിശ്വസിക്കത്തില്ല. കാര്യം വിശ്വാസത്തിലൊക്കെ ഈ അവിശ്വാസത്തിൻ്റെയും അല്പവിശ്വാസത്തിൻ്റെയും കണ്ടൻറ്റുകൾ കയറിയിട്ടുണ്ടാകും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിലാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇപ്പം പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? പത്രോസ് കടലിന് മീതെ നടന്നു വന്നപ്പോഴേ പത്രോസ് എന്താ ഈശോയോട് പറഞ്ഞത്? കർത്താവേ, അങ്ങാണ് അതെങ്കിൽ കടലിൻ്റെ മീതെ വരാൻ, അങ്ങോട്ട് വരാൻ എന്നെയും അനുവദിക്കുക. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞു? വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഇറങ്ങി കടലിന് മീതെ നടന്ന് പകുതിയായപ്പോൾ എന്നാ സംഭവിച്ചത്? കാറ്റ് പ്രതികൂലമായി. അപ്പോൾ ഉടനെ അവൻ്റെ വിശ്വാസം തുളുമ്പിപ്പോയി. പെട്ടെന്ന് അവൻ കടലിലേക്ക് മുങ്ങിപ്പോയി. അപ്പോൾ ഈശോ എന്നാ അവനെ വിളിക്കണത്? അതാണ് പ്രശ്നം. വിശ്വാസത്തിനകത്ത് തന്നെ അല്പവിശ്വാസമുണ്ട്. വിശ്വാസം പല വകുപ്പാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇത് 14 മത്തായിയുടെ സുവിശേഷം 14:31. മത്തായിയുടെ സുവിശേഷം 14:31. അല്പവിശ്വാസി സംശയിച്ചത് എന്തിന്? അപ്പോഴേ വിശ്വാസത്തിൻ്റെ അകത്ത് ഇപ്പോൾ ആഞ്ഞിലി എടുത്ത അതിനകത്ത് വെള്ളയുണ്ട്, കാതലുണ്ടല്ലേ? ഈ വെള്ളയെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ദൈവിക പുണ്യങ്ങൾ വരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ അംശം കുറഞ്ഞ് വരുമ്പോൾ അതനുസരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസമല്ല എല്ലാം, ഇല്ലേ? നമ്മൾ പരസ്യമൊക്കെ
കേൾക്കും വിശ്വാസമല്ലേ എല്ലാം എന്നൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ കള്ളത്തരങ്ങൾ. വിശ്വാസമല്ല എല്ലാം, സ്നേഹമാണ് എല്ലാം. അതാണ് പൗലോസ് പറയണത്, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇടയ്ക്ക് സംശയം വരണമെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? സ്നേഹത്തിൻ്റെ ഗ്രേഡ് കുറയുമ്പോൾ വിശ്വാസത്തിൽ സംശയം വരും. അതുകൊണ്ടാണ് ഈശോ അവസാനം 10 ദിവസത്തിനെ കറക്റ്റ് ചെയ്യും. ശമയോൻ ബാർ ജോന എന്ന് വിളിക്കും. ജോനായുടെ പുത്രനായ ശമയോനെ, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കാര്യം സ്നേഹത്തിൻ്റെ ഒരു വളർച്ചയാണത്. നമ്മളെപ്പോഴും നമ്മുടെ ഓരോ ഇൻസിഡൻ്റില്ലേ, ഇപ്പോൾ നിങ്ങൾ IELTS, നിങ്ങളുടെ തോൽവി, ജയ, ഇൻ്റർവ്യൂ, തോൽവി, അതുപോലെ തന്നെ വീട് വെപ്പ്, നമ്മൾ ബാങ്കിൽ അപേക്ഷ വെക്കുന്നു, അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ വിസ എംബസിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഏജൻറ്റിനെ എടുത്ത് കൊടുക്കുന്നു, താമസിക്കുന്നു, ഇങ്ങനെ ഓരോ വിഷയങ്ങളില്ലേ. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ എന്നെ നിൻ്റെ സ്നേഹത്താൽ നിറക്കണമേ. മറന്നു മനസ്സിലായില്ലേ? എവിടെയെങ്കിലുമൊക്കെ ഫ്ലോപ്പ്, ഇപ്പോൾ ഒരു IELTSൻ്റെ ഒരു മൊഡ്യൂൾ പോയി, അപ്പം നിങ്ങൾ എന്നാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് അടുത്ത IELTSൻ്റെ മൊഡ്യൂൾ എനിക്ക് റീഡിങ് ഇപ്പോൾ പോയിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം എനിക്ക് റീഡിങ് തന്നെ. എന്നിട്ട് ഈശോട് പറയും, ഈശോ റീഡിങ് തരുമ്പോൾ പിന്നെ റൈറ്റിംഗ് കളയരുത് കേട്ടോ, പണി ഉണ്ടാക്കരുത് എന്ന് പറയും. ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? കർത്താവ് ആ ഭാഗം നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് എവിടെയെല്ലാം പറയും. ഇപ്പോൾ ലോൺ റിജക്റ്റ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യും? ദൈവം ആ മാനേജറൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്നല്ല, നിങ്ങളാണ് മാറേണ്ടത്, മാനേജറല്ല മാറേണ്ടത്. ലോൺ റിജക്റ്റ് ചെയ്യുമ്പോൾ നിരാശപ്പെടുക, ഇനി എന്ത് ചെയ്യുമേന്ന് വിചാരിക്കണം, നിങ്ങൾ അങ്ങോട്ട് മാറണം. എന്ത് ചെയ്യണം? എങ്ങനെ? എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവേ എന്നെ സ്നേഹത്താൽ നിറക്കണമേ. എന്താണ് ഇങ്ങനെ സ്നേഹത്താൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു ടൈം കഴിയും, അതിന് ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ മെറ്റീരിയൽ അല്ലെന്ന് മനസ്സിലാകും. കാര്യം എന്തറിയാവാ? ഇപ്പം നമ്മൾ പരീക്ഷ ജയിച്ചാൽ നമുക്ക് എന്നാ പറ്റും? എന്നാ കിട്ടും? നമുക്ക് പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിസ പ്രോസസ്സ് കഴിയും, നമുക്ക് കയറി പോകാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കയറി ജോലി കിട്ടും. ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാ കിട്ടും? ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാ കിട്ടും? മര്യാദയ്ക്ക് എല്ലാം കഴിക്കാം, വീട് വെക്കാം അല്ലേ, ഭക്ഷണം കഴിക്കാം, ഉടുപ്പ് മേടിക്കാം, വണ്ടി മേടിക്കാം, ഇങ്ങനെ കുറേ. അതാണ്. അപ്പോൾ ഇതെല്ലാം ചെന്ന് അവസാനിക്കണം എവിടെയാണ്? കാണപ്പെടുന്ന വിഷയങ്ങളിലാണ്, ദൈവത്തിലല്ലല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെന്ന് അവസാനിക്കണം എവിടെ ഇരിക്കും? കാണപ്പെടുന്ന വിഷയങ്ങളിലാണ് ചെന്ന്, ദൈവത്തിലല്ല. അതാണ് പ്രശ്നം. അപ്പോൾ കാണപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ദൈവമല്ലെന്നല്ലേ? കാണപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഈശോ എന്നാ പറയണത്? നല്ല നല്ല കാണപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലേ. ദേവാലയം ഇങ്ങനെ മേൽത്തരം കല്ലുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് ചിലർ വന്ന് ഈശോയോട് പറഞ്ഞു, സി ജീസസ് വാട്ട് മാഗ്നിഫിഷ്യന്റ് ദിസ് ചേർച്ച് ഈസ്, ദിസ് ടെമ്പിൾ ഈസ്. ഇത്ര മനോഹരമാണ് ഈ കല്ലുകൾ പാകിയ ഈ ദേവാലയം എന്ന് പറയുമ്പോഴേ, ഇത്രയും മനോഹരമായ ദൈവത്തിൻ്റെ ആലയം കണ്ടിട്ട് കർത്താവ് എന്താ പറയണത്? ഫണ്ടാസ്റ്റിക് എന്നാണ് പറയണത്. അല്ല, കാണുന്നതൊന്നും കേൾക്കുന്നതൊന്നും നിങ്ങളുടെ സാക്ഷ്യം പോലും കർത്താവിന് ഫണ്ടാസ്റ്റിക് അല്ല. കർത്താവ് പറയും, കാണുന്നതല്ല ഇതെല്ലാം, കാണുന്നതെല്ലാം തകർന്ന് കല്ലുമേ കല്ല് സൃഷ്ടിക്കാത്ത കാലം വരുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ല